കേരളയിൽ വിജ്ഞാപനം റദ്ദാക്കി സംസ്ഥാന സർക്കാർ. മഞ്ഞക്കുറ്റികൾ നീക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമുണ്ട്. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. ഈ പദ്ധതി നടക്കുന്നില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അഭിവാദ്യങ്ങൾ കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ സിന്ദാബാദ് അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. എറണാകുളം പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ ജനകീയ പ്രതിഷേധം. പെട്രോൾ ഒഴിച്ച ആത്മഹത്യാ ഭീഷണി. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. നടപടികൾ തടഞ്ഞ ആഭ്യന്തരമന്ത്രി. VDS മന്ത്രിസഭയിലെ വകുപ്പുകളിൽ തീരുമാനമായി. റവന്യൂ AP അനിൽകുമാറിന്, ഫിഷറീസ് VE അബ്ദുൽ ഗഫൂറിന്, സണ്ണി ജോസഫിന് വൈദ്യുതി. CPM യോഗങ്ങളിൽ പിണറായിക്കും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. തിരിച്ചടിച്ചത് പിണറായിയുടെ ധാർഷ്ട്യമെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. പ്രായപരിധിയിൽ പിണറായിക്ക് മാത്രം ഇളവെന്തിനെന്ന് ചോദ്യം. വാർത്താ സമ്മേളനങ്ങളിൽ ശരീരഭാഷ ശരിയല്ലെന്ന് സമ്മതിച്ച് CPM സെക്രട്ടറി. പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് LDF സർക്കാർ. അധികാരമൊഴിയും മുമ്പ് കൂട്ടപ്പരോൾ അനുവദിച്ച ജയിൽ വകുപ്പ്. 5 പ്രതികൾക്ക് പരോൾ ലഭിച്ചത് 20 ദിവസത്തേക്ക്. പാൽവില കൂട്ടി മിൽമ വർദ്ധിപ്പിച്ചത് 4 രൂപ. തീരുമാനം 3 രൂപ 35 പൈസ കർഷകൻ ലഭിക്കുന്ന രീതിയിൽ. പാൽ ഉൽപ്പന്നങ്ങൾക്കും വില ഉയരും. പുതുക്കിയ വില ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ. സിൽവർ ലൈൻ പദ്ധതി എന്നേക്കുമായി അവസാനിച്ചു. സംസ്ഥാനത്ത് ഇടത് സർക്കാർ പ്രഖ്യാപിച്ച സിൽവർ ലൈൻ പദ്ധതി UDF സർക്കാർ ഉപേക്ഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചുവെന്നും കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. 3000 ഏക്കർ ഭൂമിയിലായി നിലനിന്ന അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമായത്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമുണ്ട്. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. കേരള കോർപ്പറേഷന്റെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ V.D. സതീശൻ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും വിജ്ഞാപനങ്ങളും റദ്ദു ചെയ്യുകയാണ്. നേരത്തെ തന്നെ ഇടതു സർക്കാരിന്റെ കാലത്ത് തന്നെ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സർക്കാർ അതിൽ പിന്മാറിയതാണ്. അതിന് പകരം പദ്ധതികൾ ആലോചിക്കുമെന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിജ്ഞാപനങ്ങൾ ഉത്തരവുകൾ നിലനിന്നിരുന്നു. അത് ആ സ്ഥലം ഏറ്റെടുത്ത ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അവർക്ക് അതിൻ്റെ ഇടപാടുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പലരും
സാഹചര്യം വലിയ കടക്കണിയിലായി. ആ നിർണായക തീരുമാനമാണ്, അത് മറികടക്കാൻ നിർണായക തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. മാത്രമല്ല, കുപ്രസിദ്ധമായ മഞ്ഞക്കുറ്റികൾ എടുത്തു മാറ്റാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്കും മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ പ്രതിഷേധങ്ങൾ പല റാങ്ക് പട്ടികകളുമായി ബന്ധപ്പെട്ട് PSC റാങ്ക് പട്ടികകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിൽ 2026 ഓഗസ്റ്റ് 31 അകം കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ നവംബർ 30 വരെ 2026 നവംബർ 30 വരെ നീട്ടാനുള്ള സുപ്രധാന തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് യുവാക്കൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവർക്ക് ഏറ്റവും ആശ്വാസമായ തീരുമാനമാണ് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ചെറുപ്പക്കാരുടെ വികാരം മാനിച്ചാണ് ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രകടന പത്രികയിൽ പറഞ്ഞ വിവിധ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഓരോ വകുപ്പിന് കീഴിലും വരുന്ന കാര്യങ്ങൾ അവർക്ക് വിഭജിച്ച് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആ വകുപ്പുകളോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടികളിലൂടെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന, നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്നത് കൊണ്ട് അത് അവസാനിക്കുകയില്ല. പകരം ഹൈസ്പീഡ് കോറിഡോർ, മറ്റൊരു പദ്ധതി, പാരിസ്ഥിതിക ആഘാതങ്ങളില്ലാത്ത, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാത്ത, ദുരന്തങ്ങൾ ഉണ്ടാക്കാത്ത പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു. വന്ദേമാതരം വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. VD സതീശൻ എന്ന പേരിൻ്റെ എക്സ്പാൻഷൻ മുഴുവൻ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സത്യവാചകം ചൊല്ലിയതും വിവാദമായി. മേനോൻ എന്ന അസ്തിത്വം ഉയർത്തിക്കാട്ടാൻ സവർണ ബോധത്തോടു കൂടി അദ്ദേഹം നടത്തിയ ഇടപെടലെന്നാണ് വിമർശനം വന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആവുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതപരമായി പിശകുള്ളത് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു തർക്കവുമില്ല അദ്ദേഹം പറയുമ്പോഴും. വലിയ തർക്കത്തെ തുടർന്നാണ് വകുപ്പ് വിഭജനം വിചാരിച്ച വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. ഏതായാലും രണ്ടാം മന്ത്രിസഭാ യോഗത്തിന് ശേഷവും കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ നടത്താൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കേരയിൽ പദ്ധതി പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം ആഘോഷപൂർവ്വം വരവേറ്റ് ആലുവ കീഴ്മാട് പ്രദേശവാസികൾ. പദ്ധതിക്കെതിരെ സ്ത്രീകളടക്കമുള്ളവർ ശക്തമായ സമരമാണ് ഇവിടെ നടത്തിവന്നത്. പുതിയ സർക്കാരിലും മുഖ്യമന്ത്രി VD സതീശനിലും തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സമരസമിതി പറയുന്നു. വലിയ ആഘോഷപൂർവ്വമാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ. കേരയിൽ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു, ഒപ്പം തന്നെ ആ കേസുകൾ പിൻവലിക്കുന്നു എന്ന അടക്കമുള്ള വാർത്ത വലിയ ആഘോഷപൂർവ്വമാണ് അന്ന് സമരം ഈ സ്ഥലം ഏറ്റെടുത്തത്. അതിനിരയായി തീർന്ന ആളുകളെല്ലാം തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നു. മധുരം വിതരണം ചെയ്യുന്നൊരവസ്ഥ. എറണാകുളത്ത് ആലുവ ഭാഗത്താണ് നമ്മളുള്ളത്. എങ്ങനെയാണ് സർക്കാരിന്, പുതിയ സർക്കാരിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു, ഈ പ്രത്യേകിച്ച് ഈ ഒരു പദ്ധതി പ്രഖ്യാപനം അത് പിൻവലിക്കുമെന്നെല്ലാം കരുതി. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും. തീർച്ചയായിട്ടും ഇന്നലെ 1 മണിക്കാണ് ഞങ്ങൾ സമരസമിതി സാറിനെ നേരിട്ട് കാണുന്നത്, മുഖ്യമന്ത്രിയെ. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പിൻവലിച്ച് തീരുമാനമാക്കി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം, ഒരുപാട് പ്രതീക്ഷകളും തരുന്നു ഈ സർക്കാരിനെ കുറിച്ച്. ഞങ്ങൾക്കിത് പുതു ജീവിതം കിട്ടുന്നതിന് പറയാം. കാരണം ഒരു അങ്ങേറ്റം കുഴിയിലേക്ക് പോകുന്ന വെച്ചിരുന്ന ഞങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്കിത് തീരുമാനമായതും ഈ സംഗതി ഞങ്ങൾ ഭൂമി തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതും വളരെയധികം സന്തോഷത്തിലാണ്. എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. ഈ സമരസമിതി ആ കാലത്തെ മഞ്ഞക്കുറ്റികളൊക്കെ എടുത്തുകൊണ്ട് പോകണൊക്കെ ഓർമ്മയുണ്ട് നമുക്ക്. എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മുറ്റത്ത് നിന്ന് എൻ്റെ കുറ്റി ഞാൻ സ്വയം പറിച്ച ആളാണ്. എൻ്റെ വീടിന് മുറ്റത്ത് പെട്രോൾ കുപ്പി തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഞാൻ കുറ്റി പറിച്ചത്. CA തടയ്ക്കാവുന്ന CA സാറേ ഇത് പെട്രോൾ കുപ്പിയാണത്, ഒഴിക്കുമ്പോൾ സാറിന് വേദന തെറിക്കും, ചിലപ്പോൾ സാറും കത്തും, അത് നിൽക്കരുത് സാറ് മാറി എന്നുള്ള മതി ഞാൻ കുറ്റി ഊരിയത്. ഞാൻ ഇപ്പോൾ അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള കുറ്റിയൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി തന്നെ ഊരിയതാണ്. എനിക്കതിന് യാതൊരു മടിയില്ല. കേസുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ അത് കിടക്കുന്നത്. അന്ന് കൗൺസിലറായിരുന്നു അല്ലേ, അന്നത്തെ വാർഡ് മെമ്പറായിരുന്നു. സമരത്തിനൊക്കെ നേതൃത്വം നൽകാനായിട്ട് മുന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന് സമരത്തിന്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. സാധാരണക്കാരായ ഒത്തിരി പേരുടെ വീടുകൾ, 40ഓളം ആളുകൾ നമ്മുടെ വാർഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലായിരുന്നു. പിന്നെ വളരെ സങ്കടകരമായിരുന്നു എല്ലാവരുടെ അവസ്ഥകളും.
അവർക്ക് ഇതിനു വേണ്ടി എപ്പോഴും ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ പോലും അല്ലാത്തവരുണ്ടായിരുന്നു അതിൽ. എന്തായാലും ഇന്നിപ്പോൾ ഒരു വിധി എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. അതായത് പുതിയൊരു മന്ത്രിസഭ വന്നിട്ട് ആദ്യത്തെ കാര്യം തന്നെയായിട്ട് ഇത് എടുക്കുന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് 2 പദ്ധതികൾക്ക് വേണ്ടി ഇത് സ്ഥലം അക്വയർ ചെയ്ത് പോയിട്ടുണ്ട്. ആളുകൾ ഇതിന്റെ ഇടയിലാണ് ജീവിച്ചു പോന്നിരുന്നത്. വലിയ പ്രതിസന്ധിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സമരസമിതിയുടെ ഒരു ഭാഗമായിട്ട് നിന്ന ആളാണ്. എൻ്റെ പേരിൽ ഏതാണ്ട് 2-3 കേസ് ജില്ലാ കോടതിയിൽ നിന്ന് വരെയാണ് നമ്മൾ ജാമ്യം എടുത്തത്. അതിന് മാത്രം പ്രകോപനപരമായ ഒരു സമരത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും പോലീസ് ശത്രുക്കളെന്ന പോലെയാണ് നമ്മളോട് പെരുമാറിയത്. ജില്ലാ കോടതിയിൽ നിന്നും മറ്റും ജാമ്യം എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് യുവാക്കൾ, ഒരുപാട് സമരസമിതിയുടെ ഭാഗമായ ആളുകൾ, ഇരകളൊക്കെ കേസിൽപ്പെട്ടിട്ടുണ്ട്. തന്നെയല്ല, ഇത് വെറും ഇരകളുടെയോ സമരസമിതിയുടെ ആളുകളുടെയോ അല്ല, നമ്മൾ കേരള ജനതയുടെ മുഴുവൻ. കാരണം വലിയ പാരിസ്ഥിതിക ആഘാതവും വലിയ സാമ്പത്തിക ഭാരവും വരുന്ന ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളത് അതിവിദഗ്ധരായ ആളുകൾ വരെ, ഈ നേരത്തെ ഭരിച്ച സർക്കാരിൻ്റെ ഭാഗമായ ബുദ്ധിജീവികൾ വരെ വ്യക്തമായി അഭിപ്രായപ്പെട്ടതാണ്. ഇത് വലിയൊരു ഭാരം. അതുകൊണ്ട് തന്നെ കേരള ജനതയെയാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് രക്ഷപ്പെടുത്തിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും. അതുപോലെ ഇതിൻ്റെ ഭൂമി ഉടമകളായ ആളുകൾക്ക് ആ ഭൂമി വിൽക്കാനും ക്രയവിക്രയം ചെയ്യാനും സാധിക്കും. അഭിവാദ്യങ്ങൾ. ഭൂമി അക്വയർ ചെയ്തിൽപ്പെട്ട ഒരാളാണ് അല്ലേ? അതെ അതെ. ഈ സമയത്ത് വല്ലാതൊരു ബുദ്ധിമുട്ടിലായിരുന്ന സമയമുണ്ട്. സാധാരണ ജനങ്ങൾ ആദ്യം വീട് പണയപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഒരു മിഡിൽ ക്ലാസ് ആലോചിക്കുന്ന ഘട്ടത്തിൽ ആ സമയത്തൊക്കെ വല്ലാത്തൊരു ആശങ്കയിലേക്ക് പോകും. തീർച്ചയായിട്ടും എല്ലാവരും ആശങ്കയിലായിരുന്നു, ഞങ്ങളടക്കം. എൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പായും ഉമ്മയൊക്കെ സുഖമില്ലാതിരിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരുപാട് വിഷമിച്ചു. ഈ സംഭവം ഉണ്ടായ അന്ന് കല്ലിടാൻ വന്ന അന്ന് അവർ ഒരുപാടധികം വിഷമിച്ച ആൾക്കാരാണ്. ഞാനും ശരിക്കും വല്ലാത്തത്, കാരണം അവരുടെ കാര്യത്തിൽ കുറിച്ച് ഓർത്തിട്ടായിരുന്നു എൻ്റെ ആശങ്ക, നമ്മളെ ഇതിനേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയും സന്തോഷം. തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ല. അന്ന് ഇവരുടെ ഉമ്മയൊക്കെ ഹോസ്പിറ്റലൈസർ ആയ ദിവസമാണ്. കാരണം പോലീസ് അങ്ങനെ വന്ന് നിൽക്കുക, നമ്മുടെ വീടിൻ്റെ സെൻറ്ററിൽ കൂടുന്ന കല്ലിടുക, ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അത് ഈ 24 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിലാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പദ്ധതി മൂലം വലിയ ആശങ്കയിലായിരുന്ന ആ മേഖലയിലെ ജനങ്ങളെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പ്രഖ്യാപനത്തെ വരവേൽക്കുന്നു. എല്ലായിടത്തും ആഹ്ലാദം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പദ്ധതി അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമാകുന്നു, ഒപ്പം തന്നെയും വലിയ സാമ്പത്തിക ബാധ്യതയും അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും അത്തരമൊരു പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുന്നു. അത് നിരവധി പേരെ ഒരു ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കൂടിയുള്ള ഒരു മോചനമാകുകയാണ്. ആലുവയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. എറണാകുളം മലയിടം തുരുത്ത് പാര്യത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ സംഘർഷം. അഭിഭാഷക കമ്മീഷന്റെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരപ്പന്തലിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ചു നീക്കി. എത്ര പ്രതിഷേധിച്ചാലും കോടതി നിർദ്ദേശം നടപ്പാക്കുമെന്ന് അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കി. കോളനിവാസികളുടെയും സമരസമിതിയുടെയും പ്രതിഷേധം മൂലം കഴിഞ്ഞ 14 തവണയും കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് പോലീസ് നടപടികൾ അവസാനിപ്പിച്ചത്. മലയിടം തുരുത്ത് പാര്യങ്കാവിൽ പോലീസിൻ്റെ ഒരു ശക്തമായ നടപടിയാണ് ഉണ്ടായത്. പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന സമരപ്പന്തലിലേക്കടക്കം ഇരച്ചു കയറുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ഇവിടെ സമരം ഇരുന്നവരെ തന്നെ വലിച്ചിഴച്ച് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ അഭിഭാഷക കമ്മീഷൻ എത്തുകയും ഈ സ്ഥലത്തിൻ്റെ സർവേ ജോലികൾ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധവുമായിട്ട് തന്നെ ഇവിടെ ആളുകളുണ്ടായിരുന്നു. ഇത് 15ാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ എത്തുന്നത്. ഈ കഴിഞ്ഞ 14 തവണയും നടപടികൾ ഉണ്ടായിരുന്നില്ല. പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഇന്ന് രാവിലെ ഇവർ സ്ഥലത്തെത്തിയെങ്കിലും ആ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലേക്കെല്ലാം നീങ്ങുകയായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായ ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസ് ഇതിനകത്തേക്ക് കയറിയവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഇവിടെ നിന്ന് മാറണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നീട് ഇവരെ ഫലമായി പിടിച്ചു നീക്കുകയും അതോടൊപ്പം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയുമായിരുന്നു.
ഇതിനിടെ തന്നെ ഈ സമരപന്തലിലുണ്ടായിരുന്ന ചിലർ ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനിടയിൽ ഫയർഫോഴ്സ് ഇടപെട്ടുകൊണ്ട് ഇത് നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടന്നു. ഇതിനിടയിൽ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് കയറുകയായിരുന്നു. സമരപന്തൽ പൂർണ്ണമായും അഴിച്ചു നീക്കിയതിനു ശേഷം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ച പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. പോലീസ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത് തങ്ങളുടെ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന്റെ പൂർത്തീകരണത്തിന്റെ ആദ്യ ഭാഗം കടന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയപാലിനാണ് അഭിഭാഷക കമ്മീഷൻ. അദ്ദേഹം പറയുന്നത് ആദ്യ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി തുടർ നടപടികൾ എത്ര ശക്തമായാലും പ്രതിഷേധം എത്ര ശക്തമായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നടന്ന സംഭവങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി താൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഭാഗികമായിട്ട് തുടങ്ങി വെച്ചു, അത്രയും സന്തോഷം. ബാക്കി ഭാഗം സാധിച്ചിരുന്നില്ല. ഞങ്ങൾ കുറെ വർക്ക് ചെയ്തിരുന്നു, പിന്നെ അവർ തടസ്സം ചെയ്തു. കോടതി ഉത്തരവ് നടപ്പാക്കും. അതിന് ആരൊക്കെ ആണെങ്കിൽ ശരി, കോടതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നല്ല, അവിടെ വിധിക്കടക്കാരാ തടസ്സം ചെയ്യണേ. വിധിക്കടക്കാർ തടസ്സം ചെയ്താൽ പോലീസിനോട് മാറ്റാൻ പറഞ്ഞ ഉത്തരവുണ്ട്. അതാണ് അവർ ജോലി ചെയ്യുന്നത്. വേറൊന്നും ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യും. അല്ല, എന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ നീക്കം ചെയ്യുന്നത്. എന്തായാലും ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ തന്നെയും തന്നെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരപന്തലിലുണ്ടായിരുന്നവർക്ക് നേരെയാണ് പോലീസ് ഈ രീതിയിലുള്ളൊരു അതിക്രമം അഴിച്ചുവിടുന്നത്. പലർക്കും തന്നെ പോലീസിന് അതിന്റെ ലാത്തി വീശൽ അടക്കമുണ്ടായിരുന്നെന്ന് അവർ പറയുന്നു. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. 3 പേരെയോളം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത് തുടരാൻ അനുവദിക്കില്ലെന്നും സർക്കാർ മാറിയ ഒരു സാഹചര്യത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. അത് സംശയത്തോടെ കാണേണ്ടതുണ്ടെന്നും സ്ഥലത്തെത്തിയ മുൻ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ പറഞ്ഞു. ഇത് ബൗണ്ടറീസ് ആക്ട് പ്രകാരം അതിർത്തികൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതി ഉത്തരവുള്ളതാണ്. ആ ഉത്തരവുകളൊന്നും പാലിക്കാതെയാണ് ഇന്ന് അഭിഭാഷക കമ്മീഷനും പോലീസിന്റെയും ഒരു ഗുണ്ടാരാജ് തന്നെ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദളിതുകളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ന് നടന്നിട്ടുള്ളത്. ഇത് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഈ സർക്കാരിനെ, ഈ കോൺഗ്രസ് സർക്കാരിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ദളിത് മേഖലയിൽപ്പെടുന്ന ദളിതരായിട്ടുള്ള ആളുകളെ അധികാരം കിട്ടി 2ാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഈ അഭിഭാഷക കമ്മീഷന്റെ ഒരു ആദ്യ നടപടികളാണ് പൂർത്തീകരിച്ചെങ്കിലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അവർക്കൊപ്പം തന്നെ CPM ആണ് ഈ പ്രദേശത്തോടൊപ്പം നാട്ടുകാർക്കൊപ്പം ചേർന്ന് സമരം ചെയ്യുന്നത്. നേരത്തെ എത്തിയ മുൻ MLA PV ശ്രീനിജനും ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി അങ്ങോട്ട് ഈ അഭിഭാഷക കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടയുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറും. ഈ രീതിയിലൊരു നരനായാട്ട പോലീസിനെ ഉപയോഗിച്ച് തുടരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും പുതിയൊരു സമരഭൂമി കൂടി ആകുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പ്രദേശത്തുകാരുടെ തീരുമാനം. ക്യാമറമാൻ മനോജനും KP ധനേഷിനുമൊപ്പം ജാനി പോൾ, News 18. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റാണ് നീട്ടുന്നത്. നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCയോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. വലിയ ബുദ്ധിമുട്ടായി. കുട്ടികളൊക്കെ ഭയങ്കര സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അവരുടെ ചെറുപ്പക്കാരുടെ ഉദ്യോഗാർത്ഥികളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ്.
സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. വിദ്യാഭ്യാസവും ഫിഷറീസും മുസ്ലിം ലീഗിന് തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശന് പൊതുഭരണത്തിന് പുറമെ ധനകാര്യം, തുറമുഖം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വിജിലൻസ്, അഗ്നിശമന രക്ഷാസേന, ജയിൽ, കയർ വകുപ്പുകൾ, വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യ വകുപ്പുകൾ സണ്ണി ജോസഫിനാണ്. കെ മുരളീധരന് ആരോഗ്യത്തിന് പുറമെ ദേവസ്വം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടിയുണ്ട്. എ പി അനിൽകുമാറിന് റവന്യൂ, മന്ത്രി പി സി വിശ്വനാഥിന് ടൂറിസം, സാംസ്കാരികം, സിനിമ, എക്സൈസും സഹകരണ വകുപ്പുകളും എം ലിജുവിനാണ്. ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോണിനും. ടി സിദ്ദിഖാണ് കൃഷി വകുപ്പ് മന്ത്രി. കെ തുളസിക്കാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. തൊഴിൽ, ക്ഷീരവികസനം, വനിതാ ശിശുക്ഷേമ വകുപ്പുകൾ ബിന്ദു കൃഷ്ണയ്ക്കാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT എന്നിവ കൈകാര്യം ചെയ്യും. എൻ ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസം. തദ്ദേശ ഭരണം കെ എം ഷാജിക്കാണ്. ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളുടെ ചുമതല VA അബ്ദുൽ ഗഫൂറിനും. മോൻസ് ജോസഫിനാണ് ജലസേചനം. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അനൂപ് ജേക്കബിന്. ഷിബു ബേബി ജോണാണ് വനം മന്ത്രി. ഗതാഗതം, മോട്ടോർ വെഹിക്കിൾസും ജലഗതാഗതവും CP ജോണിനാണ്. ജി സുധാകരൻ പ്രോട്ടേം സ്പീക്കർ. ലോക്ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ആണ് ജി സുധാകരൻ. VS മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയും ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു ജി സുധാകരൻ. നാളെയാണ് MLA മാർ സത്യപ്രതിജ്ഞ. 5ാം തവണയാണ് സുധാകരൻ നിയമസഭയിലെത്തുന്നത്. ന്യൂസ് 18 ഓഫീസിലെത്തി മന്ത്രി OJ ജനീഷ് കുമാർ. വകുപ്പുകൾ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ജീവനക്കാരോട് കുശലം പറഞ്ഞ മന്ത്രി ഓഫീസ് നടന്നു കണ്ടു. നേരത്തെ OJ ജനീഷിന് ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പറിലും വിസ്മയം കിട്ടിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ 8308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജനീഷ് ജയിച്ചത്. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറും കിട്ടിയത് അതേ അക്കമാണ്. മന്ത്രി മോൻസ് ജോസഫും ന്യൂസ് 18-ലെത്തി. മന്ത്രിമാരുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം വന്നതിന് പിന്നാലെയായിരുന്നു സന്ദർശനം. പരിചയക്കാരോട് സംസാരിച്ച മന്ത്രി സൗഹൃദം പുതുക്കുകയും ചെയ്തു. ഇടവേള. കമ്മിറ്റിയിൽ പിണറായിക്കും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. പിണറായിയുടെ ധാർഷ്ട്യം കാരണമാണ് തെരഞ്ഞെടുപ്പ് തോറ്റത്. പ്രായപരിധിയിൽ പിണറായിക്ക് മാത്രം എന്താണ് ഇളവ്? പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കരുത്. ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. വീട്ടിൽ പോയി പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. വാർത്താ സമ്മേളനങ്ങളുടെ ശരീരഭാഷ ശരിയല്ലെന്ന് സംബന്ധിച്ച് CPM സെക്രട്ടറി. വീട്ടിൽ നിന്നുപോലും വിമർശനമുണ്ട്. കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് മകൻ ചോദിച്ചുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ മൊയാരത്ത് ശങ്കര സ്മാരക പുരസ്കാര ചടങ്ങിൽ വേദിയെ കുറ്റം പറഞ്ഞ പിണറായി വിജയൻ. വേദിയിൽ നിൽക്കുമ്പോൾ കൂട്ടിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് പിണറായി പറഞ്ഞു. കടന്നപ്പള്ളി രാമേന്ദ്രന് പുരസ്കാരം നൽകുന്ന ചടങ്ങിലായിരുന്നു സംഘാടകർക്ക് വിമർശനം. ഇവിടെ നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതൊരു കൂടുപോലെയാണ്. ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പ് വളരെ നേരിയതാണ്. ഒരു കാല് പിന്നോട്ട് വെച്ചാൽ ആള് വീഴും. ആ മട്ടിലാണിത്. അപ്പം നമ്മളെ ഒരു രീതിക്കത് പറ്റുന്നതല്ല എന്നാണ് തോന്നുന്നു. ഏതായാലും വളരെ വിശദമായി സംസാരിക്കേണ്ട പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് മറ്റു വിഷമമില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനിയെങ്കിലും പരിപാടി നടത്തുമ്പോൾ ഈ കൂട്ടിലേക്ക് ആളെ കയറ്റി നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ കോളേജ് എപ്പോഴും ഇതുണ്ടാവുമല്ലോ. അതാണ് ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ഇന്ന് ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡിലാണ് തീരുമാനം. ജൂൺ 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വരും. മിൽമയുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് പാൽ വില കൂട്ടാൻ അനുമതി നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ. LDF സർക്കാർ അധികാരമൊഴിയും മുമ്പാണ് തിരക്കിട്ട് പരോൾ അനുവദിച്ചത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി വിഷ്ണു എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. 20 ദിവസത്തേക്ക് പരോൾ ലഭിച്ച എല്ലാവരും ജില്ലയിൽ എത്തി. ഹൈക്കോടതിയിൽ പുതുതായി അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ചുമതലയേറ്റു. അഡ്വക്കേറ്റ് ജനറലായി K ജാജു ബാബുവും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസായി T അസഫ് അലിയുമാണ് ചുമതല ഏറ്റെടുത്തത്. കേസുകൾ വാദിക്കാൻ
പുറമേ നിന്നും അഭിഭാഷകരെ കൊണ്ടുവരില്ലെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി അസഫ് അലി പറഞ്ഞു. കേസുകൾ സർക്കാർ അഭിഭാഷകർ തന്നെ വാദിക്കും. അതിന് ശേഷിയുള്ള പ്രഗത്ഭരായ പ്രോസിക്യൂട്ടർമാരുണ്ടെന്നും അസഫ് അലി പറഞ്ഞു. കേരള ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റിന് കേസ് നടത്തുന്നതിന് ഇവിടെ നിയമിക്കാൻ പോകുന്ന DGP ആണെങ്കിലും അഡീഷണൽ DGPമാരാണെങ്കിലും സ്പെഷ്യൽ ഗവൺമെന്റ് പ്രീഡർമാരാണെങ്കിലും ഗവൺമെന്റ് പ്രീഡർമാരാണെങ്കിലും അവരെ കൊണ്ട് കേസ് നടത്തിക്കുക എന്നല്ലാതെ കേരളത്തിന് പുറത്ത് സുപ്രീം കോടതിയിൽ നിന്നും മറ്റും വക്കീൽമാരെ കൊണ്ടുവന്ന് കേസ് നടത്തിക്കുന്ന സമ്പ്രദായം ഇല്ലാതാക്കുമെന്നാണ് പരമാവധി എനിക്ക് ഉറപ്പ് നൽകാനുള്ളത്. കാസർഗോഡ് ചെറുവത്തൂരിൽ 3 പേർക്ക് പേപ്പട്ടിയുടെ കടിയേറ്റു. പ്രദേശത്ത് ഭീതി വിതച്ച നായ വഴിയാത്രക്കാരെയും നാട്ടുകാരെയും ആക്രമിച്ചു. പരിക്കേറ്റവർ ചെറുവത്തൂർ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. കാസർഗോഡ് വെള്ളൂടയിൽ പുലി ഇറങ്ങി പശുവിനെ കൊന്നു. ഇവിടെയുള്ള പശു ഫാമിൽ നിന്നുമാണ് പശുക്കുട്ടിയെ പുലി പിടിച്ചത്. 40 പശുക്കൾ ഫാമിലുണ്ടായിരുന്നു. ജഡത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി. പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. നേരത്തെ തന്നെ പുലി സാന്നിധ്യമുള്ള പ്രദേശമാണ് വെള്ളൂട. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു. മൂന്നാർ കടലാർ വെസ്റ്റ് സ്വദേശി പഴനിസ്വാമിയുടെ പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഇന്നലെ വൈകുന്നേരം മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ലയത്തിന് സമീപം പശുവിനെ കൊല്ലപ്പെട്ടതിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 12ലേറെ കന്നുകാലികളാണ് കടുവയുടെ ആക്രമണത്തിൽ കടലാർ വെസ്റ്റിൽ മാത്രം ചത്തത്. മാരുതി സുസുക്കിയുടെ പുതിയ ഷോറൂമുകൾ ആറ്റിങ്ങലിലും കഴക്കൂട്ടം ടെക്നോ പാർക്കിലും തുറന്നു. ആറ്റിങ്ങൽ ആലംകോടും ടെക്നോ പാർക്കിൽ തേജസ്വിനി ബിൽഡിംഗിലുമാണ് പോപ്പുലർ മാരുതിയുടെ ഷോറൂമുകൾ തുറന്നത്. ആറ്റിങ്ങലിലെ ഷോറൂം ചലച്ചിത്ര താരം നോബി ഉദ്ഘാടനം ചെയ്തു. സാറ് പറഞ്ഞ പോലെ നെടുമങ്ങാട് രാവിലെ ഒരു പോപ്പുലർ അരീനയുടെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും അതേ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ കരിയറിൻ്റെ തുടക്കം ഞാൻ പ്രൊഫഷണലായിട്ട് മിമിക്രി കളിച്ചു തുടങ്ങിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് നെടുമങ്ങാടും പിന്നെ ആറ്റിങ്ങലും. ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലങ്ങളാണ് രണ്ടും. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കലാജീവിതത്തിൻ്റെ തുടക്കങ്ങളാണ് ഈ 2 സ്ഥലവും. ആ 2 സ്ഥലത്തും ഒരേ ഷോറൂമിൻ്റെ 2 സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു വലിയ ഭാഗ്യമാണത്. ഒരു ദിവസം തന്നെ 2 സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുക, അതും എനിക്കിഷ്ടപ്പെട്ട 2 സ്ഥലത്ത്. അതിലെന്നെ ക്ഷണിച്ച പോപ്പുലറിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ എം പ്രദീപ്, കൗൺസിലർ ജെ ബിജു, പോപ്പുലർ മാരുതി സെയിൽസ് വൈസ് പ്രസിഡന്റ് അരുൺ, ബ്രാഞ്ച് ഹെഡ് കിരൺ ഇഗ്നേഷ്യസ്, പ്രകാശ് ജയൻ എന്നിവർ പങ്കെടുത്തു. കഴക്കൂട്ടം ഷോറൂം ടെക്നോ പാർക്ക് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് DS അഭിലാഷും ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക് സെഗ്മെന്റിൽ വിറ്റാരയും അരീന സെഗ്മെന്റിൽ വിക്ടോറിസും മാരുതിയുടെ ഫ്ളാഗ്ഷിപ്പ് വാഹനങ്ങളായി മാറുന്ന കാഴ്ചയാണെന്ന് പോപ്പുലർ മാരുതി ബ്രാഞ്ച് ഹെഡ് കിരൺ ഇഗ്നേഷ്യസ് പറഞ്ഞു. നമ്മളിന്ന് ആറ്റിങ്ങലിൽ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്നിവിടെ നടന്നത്. വളരെയധികം സപ്പോർട്ടോടുകൂടി കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മളിന്ന് നവീകരിച്ച ഷോറൂം പുതിയ നോംസിൽ മാരുതിയുടെ നോംസിൽ ഇന്ന് ആറ്റിങ്ങലിൽ ഇനോഗ്രേഷൻ കഴിഞ്ഞു. 2 സർവീസ് നെറ്റ്വർക്കോടുകൂടി എല്ലാ മാരുതിയുടെ വാഹനങ്ങളും പർച്ചേസ് ചെയ്യുന്നതിനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനും ലോൺ ഫെസിലിറ്റിയോടു കൂടി നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സോ എല്ലാ നല്ലവരായ ആറ്റിങ്ങൽ സ്വദേശികളെയും ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,615, 1,16,920. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,075, 96,600. വെള്ളി ഗ്രാമിന് 280, കിലോയ്ക്ക് 2,80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.